വെൽക്കം ബാക്ക് ടു ദിസ് ടൈം വിത്ത് ഗാഡ്. ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസാദം അവരുടെ മേലുണ്ടായിരിക്കണം. അതിനുവേണ്ടി മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചിലരൊക്കെയും ചില ശാരീരികമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നു. ചിലരൊക്കെ മാനസികമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നു. ചിലരൊക്കെ തങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എങ്ങനെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും? നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ കൂട്ടായ്മ കാണിച്ചുകൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. കഴിഞ്ഞ ദിവസത്തിൽ ഞാനൊരു വീഡിയോ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു റെസ്റ്റോറൻറ്റിനകത്ത് ഒരു വ്യക്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് പകുതി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കോള് വരികയും ആ വ്യക്തി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് നിർത്തി അവർ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. എന്നാൽ ആ സമയത്ത് അത് കണ്ടുകൊണ്ടിരുന്ന ഒരു യാചകനായ ഒരു മകൻ കടന്നു വന്ന് ആ ഭക്ഷണത്തിൻ്റെ പകുതി കഴിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആ ഹോട്ടലിലെ വെയിറ്റർ വന്ന് ആ ഭക്ഷണം എടുത്തുകൊണ്ട് ആ പകുതി കഴിച്ചു വച്ചിരുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് തിരിച്ച് അദ്ദേഹം പോവുകയാണ്. എന്നാൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വേദന തോന്നി. എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുന്നത്? ആ കുഞ്ഞു പൈതൽ അവർ ഭക്ഷിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയ ഭക്ഷണമെങ്കിലും കഴിക്കുമായിരുന്നുവല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ആ സമയത്ത് തന്നെ ഉടൻ തന്നെ അദ്ദേഹം ഈ വെയിറ്റർ ഉള്ളിലേക്ക് കടന്നു പോവുകയും അതിനുശേഷം ഉടൻ തന്നെ ഈ കുഞ്ഞു മകൻ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ വെയിറ്റർ വീണ്ടും കടന്നു വന്ന് അവന് നല്ല ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളവും നല്ല ഭക്ഷണവും ഒക്കെ അവന് പ്ലേറ്റിൽ കൊണ്ടുകൊടുത്ത് കഴിക്കുവാനായിട്ട് പറയുന്നൊരു വീഡിയോ കാണുവാൻ സാധിച്ചു. വളരെയധികം സന്തോഷം തോന്നിയ വീഡിയോ ആണ്. കാര്യം അത് ചിലപ്പോൾ CCTV നിന്നുള്ള വിഷ്വൽസ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് ഫിലിമായിരിക്കാം, എന്തു തന്നെ ആയിക്കോട്ടെ. ഇതുപോലെ ആയിരിക്കണം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും. നമ്മൾ മറ്റൊരുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. അതുമാത്രമല്ല, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പുതിയ നിയമസഭയോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എപ്പോഴും നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. നമ്മൾ നന്മ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അത് മാത്രമല്ല, അതിൻ്റെ അടുത്ത ഭാഗം കാണുന്നു, കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. എങ്ങനെയൊക്കെ എന്താണ് കൂട്ടായ്മ? നമ്മുടെ സഹോദരങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ സഭാവിശ്വാസികളോട്, നമ്മുടെ അടുത്ത വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ കൂട്ടായ്മ കാണിപ്പാൻ നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. അവരിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയിലല്ല, അവരുമായിട്ടൊരു കൂട്ടായ്മ, നമ്മുടെ വിശുദ്ധ കൂട്ട സഹോദരങ്ങളോട്, സഭയിലെ കൂട്ടുവിശ്വാസികൾ, അവരുടെ ആവശ്യത്തിൽ നമ്മൾ കടന്നു ചെന്ന് അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം. ഇതൊക്കെയാണ് പുതിയ നിയമസഭ നമ്മെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പുതിയ നിയമസഭ ആചരിക്കേണ്ട കാര്യങ്ങളൊക്കെയും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ അതാണ് ഇവിടെ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകുന്നു. പ്രിയ ദൈവമക്കളെ, ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ വക നന്മകൾ ചെയ്യുന്നില്ല എങ്കിൽ, ഈ വക കൂട്ടായ്മകൾ ആചരിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളുടെ മേൽ പ്രസാദമുണ്ടാകുകയുള്ളൂ. തിരുവചനം പറയുന്നു, ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമാധാനത്തോടും കൊണ്ട് സന്തോഷത്തോടും കൂടി ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നിങ്ങൾ നന്മ ചെയ്യുവാൻ മറന്നു പോകരുത്. അത് മാത്രമല്ല, കൂട്ടായ്മ ആചരിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. എങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലസ് യു ആൾ.